വീട് വൃത്തിയാക്കുക, നാട് വൃത്തിയാക്കുക. ശുചിത്വത്തിന് CPM മുന്നിട്ടിറങ്ങുന്നു. ദേശാഭിമാനി ആ വാർത്ത 1-ാം പേജിൽ തരുന്നു. ശുചിത്വയജ്ഞത്തിന് കേരളപ്പിറവി ദിനത്തിൽ തുടക്കം. സുന്ദര കേരളം വീണ്ടെടുക്കാൻ CPIM നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ. B. ജെയിൻ തിരുവനന്തപുരത്ത് ആ വാർത്ത വരുന്നത് ഇങ്ങനെ: മലയാളത്തിൻ്റെ മനോഹര ഭൂമിയെ അതിൻ്റെ എല്ലാ പരിശുദ്ധികളോടെയും വീണ്ടെടുക്കാനുള്ള മഹത്തായ യത്നം കേരളപ്പിറവി ദിനത്തിൽ ആരംഭിക്കുന്നു. ശുചിത്വ കേരളത്തിനായി CPIM നേതൃത്വത്തിലുള്ള ജനകീയ പ്രസ്ഥാനത്തിനാണ് നവംബർ 1-ന് തുടക്കമാകുന്നത്. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും വീട്ടുപരിസരങ്ങളെയും പൊതുയിടങ്ങളെയും മാലിന്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി ഏറ്റെടുക്കുന്നത് എന്ന് ദേശാഭിമാനിയുടെ 1-ാം പുറം പറയുമ്പോൾ, ദേശാഭിമാനിയുടെ അവസാന പുറം മറ്റ് ഒരു ശുചിത്വ വാർത്ത കൂടി നമുക്ക് തന്നിരിക്കുന്നു. കാണുക: തരൂരിൻ്റെ മോഡി ഭക്തി സുധീരൻ മുട്ടുമടക്കുന്നു. മോഡി ചാവി തുടരുന്ന ശശി തരൂരിനെതിരായ യുദ്ധത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മുട്ടുമടക്കുന്നു. അതിനാൽ ചൊവ്വാഴ്ച ദില്ലിയിലെത്തുന്ന സുധീരൻ തരൂർ വിഷയത്തിൽ ഹൈക്കമാൻഡിന് മുന്നിൽ കടുത്ത തോതിൽ ആവലാതിയൊന്നും ഉന്നയിക്കാൻ ഇടയില്ല. മോദിയെ വാഴ്ത്തുന്ന നിലപാട് തുടരുന്ന തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായം കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പക്ഷേ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ തരൂരിനെ തള്ളാൻ തയ്യാറല്ല. അഹമ്മദ് പട്ടേലിന് മാത്രമാണ് തരൂർ വിരുദ്ധ നിലപാട്. സോണിയ രാഹുൽ പിന്തുണ തരൂരിനുണ്ടെന്ന് മണത്തറിഞ്ഞതോടെ സുധീരനും കൂട്ടരും മോഡി ഭക്തി വിവാദത്തിൽ നിന്ന് തലയൂരാൻ നോക്കുകയാണ് എന്ന വാർത്തയും ഇന്ന് ദേശാഭിമാനി തന്നിട്ടുണ്ട്. നിലോഫർ മുടിയഴിച്ചാടി വരുന്നു. ചുഴലിക്കാറ്റാണ് നിലോഫർ. ഗുജറാത്ത് തീരത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ ആ വാർത്ത തരുന്നു. അതിങ്ങനെ: ഹുദൂദ് ചുഴലിക്കാറ്റിന് ശേഷം ഇന്ത്യൻ തീരപ്രദേശത്ത് ഭീഷണിയായി നിലോഫർ വരുന്നു. അടുത്ത 4 നാൾ നിലോഫർ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ തീരപ്രദേശത്ത് പലയിടങ്ങളിലും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിലോഫർ ചുഴലിക്കാറ്റിനെക്കുറിച്ച് മാതൃഭൂമി പറയുന്നത് കാണുക: നിലോഫർ എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം താമര എന്നാണ്. പേര് നൽകിയത് പാകിസ്ഥാനാണ്. വേഗം മണിക്കൂർ 145 കിലോമീറ്ററാണ് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇടത് കൺവെൻഷൻ ദില്ലിയിൽ നടക്കും. RSP ആൺ പാർട്ടിയാണോ പെൺ പാർട്ടിയാണോ, അതോ ഒരിക്കൽ ചന്ദ്രചൂഡൻ പറഞ്ഞ മാതിരി തിരിഞ്ഞു നിന്നാൽ തിരിച്ചറിയാത്തൊരു നപുംസകമോ? ഇപ്പോൾ നമുക്കത് അറിയാനാകും. മലയാള മനോരമയുടെ വർത്തമാനം പുറത്ത് ആ വാർത്ത വന്നിരിക്കുന്നത് കാണുക: ഇടത് കൺവെൻഷന് RSPയും സന്ദേഹത്തിൽ സംസ്ഥാന ഘടകം. ചന്ദ്രചൂഡനോ പ്രേമേന്ദ്രനോ പങ്കെടുക്കില്ല. സുജിത് നായർ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: CPM മുൻകൈയെടുത്ത് നവംബർ 1-ന് ദില്ലിയിൽ വിളിച്ചു ചേർക്കുന്ന 6 ഇടത് പാർട്ടികളുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ RSP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന് 2 ആളുകൾ പങ്കെടുക്കില്ല. ഒന്ന് ചന്ദ്രചൂഡൻ, മറ്റൊന്ന് പ്രേമചന്ദ്രൻ. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ദേശീയപാത വികസനം 45 മീറ്ററാക്കാൻ തീരുമാനിക്കുമ്പോൾ 669 കിലോമീറ്റർ ഇനിയും ബാക്കിയാണ്. ഏറ്റെടുക്കേണ്ടത് 3400 ഏക്കറുമാണ്. അതേ സംബന്ധിച്ച ഒരു ലേഖനം ഇന്ന് അഡ്വക്കേറ്റ് TRS കുമാർ ഭൂമി ഏറ്റെടുക്കൽ നിലച്ചതെന്ത് എന്ന ശീർഷകത്തിൽ മാതൃഭൂമിയിൽ ഒരു ലേഖനം തന്നിരിക്കുന്നു. അതിങ്ങനെ: ഇന്ത്യയിലെ പഴയ ഭൂമി ഏറ്റെടുക്കൽ നിയമം 2014 ജനുവരി 1 മുതൽ പിൻവലിക്കുകയും പുതിയ ഭൂമി ഏറ്റെടുക്കൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പഴയ നിയമത്തിലെ വലിയ അപാകതകൾ തിരുത്താനുള്ള ശ്രമമായി വേണം പുതിയ നിയമത്തെ കാണാൻ. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഇതിന് പിറകിൽ കുത്തക കമ്പനികളാൽ സ്വാധീനിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ ലോബിയാണ്. കഴിഞ്ഞ 10 മാസമായി സർക്കാർ പുതിയ നിയമപ്രകാരം നോട്ടിഫിക്കേഷൻ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെ: പുതിയ നിയമം നിലവിൽ വന്നതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദം പുതിയ നിയമത്തെ പിന്തുടർന്ന ചട്ടം രൂപവൽക്കരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അനന്തമായി ഇത് വീണ്ടും വൈകും എന്ന് തന്നെ TRS കുമാർ സമർത്ഥിക്കുന്നു ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യയിൽ നിന്ന് കടന്നുപോയ കള്ളപ്പണം എത്രയാണ്? 65,000 ലക്ഷം കോടി എന്ന് രാംദേവ്, 75,000 ലക്ഷം കോടി എന്ന് LK അദ്വാനി. എല്ലാം തിരിച്ചു കൊണ്ടുവരും നാട്ടിലേക്ക് എന്ന് മോദി പ്രതിജ്ഞ ചെയ്തു. ഒടുവിൽ 3 പേരുടെയോ 8 പേരുടെയോ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ കാണാം. വിദേശ കള്ളപ്പണത്തിൻ്റെ ലോക്കർ BJP പിടിച്ചെടുത്ത് മറിച്ച് കാണിക്കുന്നു. കോടികളൊന്നുമില്ല, കേവലം ചില ചില്ലറ മാത്രമെന്ന് ഈ സുരേന്ദ്ര കാർട്ടൂൺ ഹിന്ദുവിലൂടെ അതിനെ അപഹസിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ ചിത്രം.
തിരുവനന്തപുരത്ത് ഒരു മണൽത്തീര കലാലയമുണ്ട്, മനോഹരമായൊരു കലാലയം. അതിന് 50 വർഷം തികയുകയാണ്. ആർട്സ് സയൻസ് കോളേജാണ് ആ കലാലയം. ഈ ചിത്രം കാണുക. 50 തികയുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജ് അങ്കണത്തിൽ ആഹ്ലാദം പങ്കിടുന്ന ചിത്രം മാതൃഭൂമി നഗരം പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.